എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഞാനിതിൻ്റെ കൂടെ ബീഫ് കറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കാഷ്നട്ടൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമ്മളെടുത്തിട്ട് സ്പൈസസ്, ബേ ലീഫ്, അതുപോലെ തന്നെ ചെറിയ 1.5 കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം, ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ സവോള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3-4 പച്ചമുളക് ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സവോളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കൊത്തിയരിഞ്ഞും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ അരി ചേർത്ത് കൊടുക്കുവാണ്. നമ്മളിത് 250 ml കപ്പിൽ 2.5 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിൽ കഴുകി നന്നായിട്ടൊരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലൊരു 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ട്രെയിനറിനകത്ത് കോരി വാരി വെച്ചതാണ്. അത് നമ്മളിതിലേക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതീയിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് പൊട്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളമയം ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ നെയ്ക്കകത്തൊന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി പ്രയാസമൊന്നുമില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. എല്ലാവരും ഇതേ രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇച്ചിരി എരിവും ഒക്കെയുള്ള ഒരു ഇതാണ്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അതിനുശേഷം ചെറുതീയിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് നമ്മുടെ നെയ്ച്ചോറ് ഇതേ രീതിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റേ വെക്കാവുള്ളൂ കേട്ടോ. വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അങ്ങിട്ട് ഇളക്കുകയും ചെയ്യരുത്, തവിയിട്ട് ഇളക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതേ രീതിയിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് തീ ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മൾ ബീഫ് റോസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബീഫ് റോസ്റ്റിൻ്റെ കൂടെയും ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയും ഒരുമാതിരിപ്പെട്ട എല്ലാ കറിയുടെ കൂടെയും വെജിറ്റബിൾ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇച്ചിരി എരിവൊക്കെയുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വേണ്ടേ നമ്മളൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസ് തീർന്ന് കണ്ടപ്പോൾ ഇവിടാന്ന് കിടക്കുന്ന റൈസാണ്. ഇതേ രീതിയിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈസ് ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്കൊന്നുകൂടെ നല്ല റൈസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ ബീഫ് റോസ്റ്റും ഒക്കെ വിളമ്പിയിട്ടുണ്ട്. 1 കഷ്ണം നാരങ്ങ അച്ചാർ, അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബീഫ് റോസ്റ്റിന് പകരം നമ്മൾ കോളിഫ്ലവർ കൊണ്ട് എന്തെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.